ആദ്യം തന്നെ തിരുക്കുമാരനും മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഞാൻ കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് കഴിഞ്ഞ ആഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് ഞാനിവിടെ വരുന്നത്. എൻ്റെ പേര് ശ്രീകല എന്നാണ്. ഞാൻ ഓച്ചിറയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ വരുന്നത് ഇടുക്കി ജില്ലയിലുള്ള ഒരു ചേച്ചി പറഞ്ഞാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഞാൻ അന്ന് തൊട്ട് ഞാൻ യൂട്യൂബിനകത്തിൽ കൃപാസനത്തിൻ്റെ ഓരോ ഉടമ്പടിയും ഓരോ നിയോഗങ്ങളും ഞാനിത് കാണുകയും കേൾക്കുകയും എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ ഞാൻ കൊണ്ടു നടക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല. ഞാൻ എൻ്റെ മൂത്ത മോളോട് പറഞ്ഞു, അമ്മ കൃപാസനത്തിൽ പോവുകയാണ്. മോള് ചോദിച്ചു, അമ്മ അതെവിടെ, അമ്മയ്ക്ക് അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്ക് മോളെ അറിയത്തില്ല, എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അമ്മ പോവുകയാണെന്ന് പറഞ്ഞു. എനിക്കങ്ങനെ 5 വർഷമായിട്ട് സ്റ്റോണിൻ്റെ പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് 5 സർജറി കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഓച്ചിറയിൽ നിന്ന് വണ്ടി കയറി. എനിക്ക് എവിടെ ഇറങ്ങണമെന്ന് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാനങ്ങനെ ഓച്ചിറയിൽ നിന്ന് വണ്ടി കയറി ഹരിപ്പാടായപ്പോഴത്തേക്ക് എനിക്ക് സ്റ്റോണിൻ്റെ വേദന തുടങ്ങി. അങ്ങനെ വേദന തുടങ്ങി ഞാൻ ഹരിപ്പാട് കഴിഞ്ഞപ്പോൾ എങ്ങനെങ്കിലും ബസ്സിൽ നിന്ന് എനിക്കൊന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ഇതിൽ ഞാൻ നിൽക്കുകയായിരുന്നു. എന്തുവായാലും അമ്മ മാതാവിനെ കാണാൻ ഞാൻ ഇറങ്ങി. ഞാൻ അമ്മ മാതാവിൻ്റെ മണ്ണിൽ വന്നൊന്ന് ചവിട്ടിയിട്ടാൽ ഞാൻ പോകൂ എന്ന് ഞാൻ ആ ബസ്സിൽ വെച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഞാൻ ആലപ്പുഴ വന്നു എനിക്ക് ബാത്റൂമിൽ പോകണം. അത്രയ്ക്കൊക്കെ വേദന കൊണ്ട് ഞാൻ അവിടെ എനിക്ക് ബാത്റൂം എവിടെയാണെന്നോ ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ബാത്റൂം തിരക്കി പിടിച്ച് പോയി. എനിക്ക് സ്റ്റോണിൻ്റെ വേദന കലശലായിട്ട് ഇപ്പം ഞാൻ മരിച്ചു പോകുമെന്നുള്ളൊരു വേദന. അങ്ങനെ ഞാൻ അവിടുന്ന് ബസ് കയറി. ഞാൻ ആരോടൊക്കെയോ ചോദിച്ചു കൃപാസനത്തിൽ പോകണം എനിക്ക്. അപ്പോൾ ആരോ ഇതൊക്കെ പറഞ്ഞു, ഇന്ന ബസ്സിന് കയറിയാൽ കൃപാസനത്തിൽ ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു ബസ് കയറി കൃപാസനത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഈ മണ്ണിൽ ചവിട്ടാൻ വേണ്ടി മാത്രമാണ് വന്നത്. പക്ഷേ എൻ്റെ ഈ വേദന കൊണ്ട് എനിക്ക് അമ്മയെ കാണാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. അമ്മയെ തൊട്ട് ഞാൻ തൊഴുതു അവിടെ നിന്ന്. അവസാനം ഞാൻ ഇവിടെ നിന്ന് പോയി, അമ്മ ഞാൻ ഇനി വരുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തേക്കാം, ഇപ്പം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് ബസ്സിന് കയറി ഞാൻ പോയി കഴിഞ്ഞ് കായംകുളത്തെത്തിയപ്പോൾ വീട്ടിൽ നിന്നും ആൾ വന്ന് എന്നെ കൊണ്ടുപോകാനായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ സ്റ്റോണിൻ്റെ അംശം കണ്ടു. അന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു ഡോക്ടർമാരും ഇല്ല അവിടെ. അങ്ങനെ ഞാൻ ആ ആശുപത്രിയിൽ ട്രിപ്പൊക്കെ ഇട്ടിട്ട് എന്നെ വിട്ടിട്ട് പറഞ്ഞു, പിറ്റേന്ന് യൂറോളജി ഡോക്ടറെ കാണണം അത്യാവശ്യമായിട്ടെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഞാൻ 1 വർഷം മുമ്പ് എനിക്ക് സ്റ്റോണിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അതേപോലെ ഈ ആഗസ്റ്റ് മാസം ആയപ്പോഴും എനിക്ക് വീണ്ടും ഈ വേദന വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്ത് നോക്കി. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, സ്റ്റോൺ ഉണ്ട് എങ്കിൽ സർജറി വേണ്ടി വരും എന്ന് പറഞ്ഞു. വീണ്ടും ഒരു സർജറി ചെയ്യണമെങ്കിൽ 6ാമത്തെ സർജറിയാണ് എനിക്ക്. അങ്ങനെ ഞാൻ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് ഇനിയൊരു സർജറിക്ക് എന്നെ ഇടയാക്കരുതേ എന്ന്. അങ്ങനെ സ്കാനിങ് ചെയ്തു. ഡോക്ടറുടെ റൂമിലെത്തിയപ്പോൾ ഡോക്ടർക്ക് എന്നെ അത്ഭുതം. പേപ്പർ കണ്ടിട്ട് പറഞ്ഞു, ശ്രീകല ഒരു സ്റ്റോൺ പോലും ഇല്ല ശ്രീകലയുടെ കിഡ്നിയിൽ. 2 കിഡ്നി നിറയെ കല്ലുള്ള എനിക്ക് ആ സമയത്ത് ആ സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർ പറയുന്നു, ഒരു സ്റ്റോൺ പോലും ശ്രീകലയ്ക്കില്ല എന്ന്. അങ്ങനെ അമ്മ മാതാവ് എൻ്റെ ആ സ്റ്റോൺ പൂർണ്ണമായിട്ടും എനിക്ക് മാറ്റിത്തന്നു. അങ്ങനെ ഞാൻ ആഗസ്റ്റ് മാസം 26-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഫസ്റ്റ് ഉടമ്പടി എടുത്തു. എനിക്കിവിടെ വന്ന് ഉടമ്പടി എന്തുവാണെന്ന് ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ഇവിടുത്തെ ചേച്ചിമാരോട് ഞാൻ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൽ ഫസ്റ്റ് നിയോഗം വെച്ചത് എൻ്റെ മോൾക്ക് പത്തനംതിട്ട ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ 10ാമത്തെ റാങ്ക് ലിസ്റ്റിലായിരുന്നു എൻ്റെ മോള്. 9ാമത്തെ റാങ്ക് ലിസ്റ്റിൽ വരെയുള്ളവരെ വിളിച്ചു. എൻ്റെ മോളെ മാത്രം വിളിക്കുന്നില്ല. ഞാൻ ഇനി പോകാൻ അമ്പലങ്ങളില്ല, പോകാത്ത സ്ഥലങ്ങളില്ല. ഞാൻ ഓടി തളർന്നു. അങ്ങനെ ലാസ്റ്റ് എൻ്റെ അമ്മ മാതാവ് അനുഗ്രഹിച്ച് 10 ദിവസത്തേക്ക് മുമ്പ് ഞാൻ തിരുവനന്തപുരത്തുള്ള ഒരു ആരോഗ്യഭവനിൽ പോകണമെന്നൊരു വ്യക്തി പറഞ്ഞതിൻ്റെ പുറത്ത് ഞാൻ ആരോഗ്യഭവനിൽ പോയി. എൻ്റെ അമ്മ മാതാവിൻ്റെ ഉപ്പ് സഹിതം ഞാൻ കൊണ്ടുപോയി അവിടെ എല്ലാം ഇട്ടിട്ട് ഞാൻ ലാസ്റ്റത്തെ ഒരു ഇതാണ്, എൻ്റെ മോടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാറായി, എനിക്ക് ഇവിടുന്ന് ഒരു മറുപടി എനിക്ക് കിട്ടണം, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം അവതാളത്തിലാവും. ഇനിയൊരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അവൾക്ക് ഇനി എത്രാമത്തെ റാങ്കിലാണ് വരുന്നതെന്ന് അറിയത്തില്ല. ഇനി എനിക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി പുതുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ആ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടണം. അതിനുവേണ്ടി ഞാൻ അമ്മ മാതാവിനോട് മുറുകെ പിടിച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഈ 2 ദിവസത്തേക്ക് മുമ്പ്
എൻ്റെ ഉടമ്പടി പുതുക്കേണ്ടത് 27-ാം തീയതി. 28-ാം തീയതി എനിക്ക് എൻ്റെ മോളുടെ അഡ്വൈസ് മെമ്മോ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ പോകുന്നിടത്തെല്ലാം നോക്കും എൻ്റെ മോക്ക് ജോലി കിട്ടുമോ എന്ന്. എല്ലാ ജ്യോത്സ്യന്മാരും പറയും നിങ്ങളുടെ മോക്ക് ഗവൺമെൻറ് ജോലിക്ക് അർഹതയില്ല, അവളുടെ ആ ഒരു ഇതിൽ അത് കാണുന്നില്ല എന്ന്. പക്ഷേ എൻ്റെ അമ്മ മാതാവ് എനിക്കത് നടത്തി തന്നു. ഇതാണ് എൻ്റെ മോഡൽ അഡ്വൈസ് മെമ്മോ. ഇത് പറയാനാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്നത്. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതുപോലെ ഒരു അമ്മ മാതാവിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ 2 വിഷയം കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് പറയാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ശരീരം വിറയ്ക്കുന്നു. 2 കാര്യം കൂടെ പറയാനുണ്ട്. വർഷങ്ങളായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് 2 മുറി കട ഞാൻ പണിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് വെളിയിലായിരുന്ന സമയത്ത് എന്തൊക്കെ പറയും, നീ ആ കട തുടങ്ങണം. പക്ഷേ എനിക്കൊട്ടും മനസ്സിലായിരുന്നു ആ കട തുടങ്ങിയാൽ എന്താവും, ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് കഴിഞ്ഞ ഉടമ്പടി പുതുക്കി ഞാൻ പോയി 1 മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് നാട്ടിൽ വരികയും എൻ്റെ തീരുമാനമാണ് പെട്ടെന്ന് ആ കട തുടങ്ങണമെന്നുള്ളത്. ഞാൻ പെട്ടെന്ന് ആ കട തുടങ്ങുകയും ഞാൻ പെട്ടെന്ന് ആ കടയിൽ നല്ല രീതിയിൽ എനിക്ക് ആ കട വിജയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഇപ്പോൾ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇവിടുന്ന് കിട്ടിയ പത്രം ഞാൻ എല്ലായിടത്തും വിതരണം ചെയ്യുകയും എനിക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ എല്ലാവരോടും അമ്മ മാതാവിനെക്കുറിച്ചും തിരുക്കുമാരനെക്കുറിച്ചും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പല ആൾക്കാരും എൻ്റെ അറിവ് മുഖാന്തരം ഇവിടെ വന്നിട്ടുമുണ്ട്. അങ്ങനെ എൻ്റെ ഈ സാക്ഷ്യം ഞാനിവിടെ പറയണമെന്ന് ഞാൻ ഇന്ന് എൻ്റെ ഈ മോഡൽ ലെറ്റർ കൈ കിട്ടിക്കഴിഞ്ഞ ഉടനെ ഞാനിവിടെ വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇന്നിവിടെ വന്നു. അച്ഛനെ കാണണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അച്ഛനെ കണ്ടു, എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. എൻ്റെ മോൾ വന്നെങ്കിലേ ഇത് അച്ഛനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇവിടെ പറയേണ്ട സാക്ഷ്യങ്ങൾ. ഈ മൂത്രാശയകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നോ? 5 തവണ ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇതിനു മുമ്പ് മൂത്രത്തിൽ കല്ല് വന്നിട്ടുണ്ടോ? പിന്നെ 5 പ്രാവശ്യം സർജറി കഴിഞ്ഞതാണ് എനിക്ക്. 5 ഹോസ്പിറ്റലിലാണ് സർജറി കഴിഞ്ഞത്. ഇതിന് ശേഷം എനിക്ക് ഈ സർജറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് നടുവിന് ഭയങ്കര വേദനയായിരുന്നു. ഈ കൃപാസനത്തിൽ വരുന്ന ആ ദിവസമാണ് എനിക്ക് ലാസ്റ്റ് വേദന കൂടുന്നത്. പിന്നെ എനിക്ക് ഇന്ന് വരെ ആ വേദനയും ഉണ്ടായിട്ടില്ല, നടുവിന് ആ പ്രശ്നവും ഉണ്ടായിട്ടില്ല. തിരുക്കുമാരനും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു.